നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉന്നതതല സമിതി ഇന്ന് രൂപീകരിച്ചേക്കും. ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ പ്രതിഷേധം സജീവമായിരുന്നു. കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി. ഡൽഹിയിൽ PCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. नीट परीक्षा के ऊपर हमारा चल रहा है। भारतीय जनता पार्टी लगातार परीक्षाओं में घोटाला कर रही है। हमारा ये कहना है ये परीक्षाएं जो अभी हुई उनको कैंसिल किया जाना चाहिए. ഡൽഹിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. NTA-ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. NTA-യുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനുള്ള ഉന്നതതല സമിതി ഇന്ന് രൂപീകരിച്ചേക്കും. സാങ്കേതിക രംഗത്തെ വിദഗ്ധരും അക്കാദമി രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഉൾപ്പെട്ടുകൊണ്ടായിരിക്കും സമിതിയുടെ രൂപീകരണം. അതിനിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ ഹർജിയിൽ കൗൺസിലിംഗ് നടപടികൾ തടയണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി വിസമ്മതം അറിയിച്ചു. ഹർജി മറ്റു ഹർജികൾക്കൊപ്പം ജൂലൈ 8-ന് പരിഗണിക്കും. 24 ഡൽഹി.